എനിക്കൊരു സങ്കടം വന്നാൽ ഞാൻ കരയും. നിങ്ങൾക്കൊരു സങ്കടം വന്നാലും നിങ്ങൾ കരയും. അങ്ങനെ നമ്മൾ കരയുമ്പോൾ ആ കണ്ണീര് വെറുമൊരു തുള്ളി വെള്ളം മാത്രമാണ്. പക്ഷേ മറ്റൊരാളുടെ സങ്കടം കണ്ട് നമ്മുടെ കണ്ണ് നിറഞ്ഞാൽ അത് പുണ്യകർമ്മമാണ്. അത്തരമൊരു കരുണയിലേക്ക്, ദുർബലരായ മനുഷ്യരിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ആത്മീയതയുടെ ഏറ്റവും മനോഹരമായ അടയാളമാണ്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു പഴയ കഥ ഉണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥ ഉണ്ട്. 9 എന്ന സംഖ്യ 8 എന്ന സംഖ്യയെ അടിച്ചു. അപ്പോൾ 8 ചോദിക്കുകയാണ്, നീ എന്തിനാണ് എന്നെ അടിച്ചത്? അപ്പോൾ 9 പറയുന്നത്, ഞാൻ നിന്നേക്കാൾ വലിയവനായതുകൊണ്ട്, നീ എന്നേക്കാൾ ചെറിയവനായതുകൊണ്ട്. ആണോ? എന്നാൽ ഞാനും അടിക്കും. ആരെ? 7-നെ, 7 6-നെ, 6 5-ന്, 5 4-ന്, 4 3-ന്, 3 2-ന്, 2 1-ന് അടിച്ചു. ഒന്നിങ്ങനെ അടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അവിടെ ആരുമില്ല. അവിടെ ഒരു പാവം 0 മാത്രമേ ഉള്ളൂ. അപ്പോൾ 0-ത്തെ അടിക്കാൻ തോന്നിയില്ല, ഒരു പാവം. അപ്പോൾ ഒന്ന് ചെയ്യുന്നത് 0-ത്തെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചു, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. 0 ഇങ്ങനെ മടിച്ച് 1-ൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചേർന്ന് നിന്നപ്പോൾ ആ കാഴ്ച കണ്ട് ലോകം 2 ആളുകളെയും വിളിച്ചത് 10 എന്നായിരുന്നു. തന്നേക്കാൾ ദുർബലരായ മനുഷ്യരിലേക്ക് നമ്മൾ എത്തുമ്പോൾ ആ മനുഷ്യർക്ക് മാത്രമല്ല എന്തെങ്കിലും സംഭവിക്കുന്നത്, നമ്മൾക്കും ചിലത് സംഭവിക്കുന്നുണ്ട്. രോഗികളെ പോയിട്ട് സന്ദർശിക്കുക എന്നുള്ളത് പുണ്യകർമ്മമാണ്, അല്ലേ? രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് പുണ്യകർമ്മമാണ്. പക്ഷേ രോഗിയെ സന്ദർശിച്ച് തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ പോയത് രോഗിക്ക് വേണ്ടി ആയിരുന്നില്ല, നമ്മൾക്ക് വേണ്ടിയായിരുന്നു. രോഗിക്ക് വേണ്ടി ആയിരുന്നില്ലല്ലോ ഞാൻ പോയത് എന്നും, അതെനിക്ക് ചിലത് തിരിച്ചറിയാനായിരുന്നല്ലോ എന്നും നമുക്ക് മനസ്സിലാകുന്ന നിമിഷമാണത്. സാധാരണ ഇങ്ങനെ സന്ദർശിക്കുക എന്നുള്ളതിന് അറബിയിൽ പറയുന്ന വാക്ക് സിയാറത്ത് എന്നാണ്. സിയാറത്ത്. അമേരിക്ക കാണാൻ പോവുക, മൈസൂർ കാണാൻ പോവുക, കാശ്മീർ കാണാൻ പോവുക എന്നൊക്കെ ഉള്ളതിന് സിയാറത്ത് എന്നാണ് ഉപയോഗിക്കുക, അല്ലേ? സിയാറത്ത് എന്നത്. എന്നാൽ രോഗിയെ കാണാൻ പോവുക എന്നുള്ളതിന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വാക്ക് സിയാറത്തല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? സിയാറത്ത് എന്ന് പറഞ്ഞതാണ് കൈകെട്ടി നിൽക്കല. അങ്ങനെ നമ്മൾ, അതാണ് സിയാറത്ത്. നമ്മളൊന്നും ചെയ്യണ്ട, കൈകെട്ടി നിന്നാൽ മതി. ആ വാക്കല്ല രോഗിയെ പോയിട്ട് സന്ദർശിക്കുക എന്നുള്ളതിന് പ്രവാചകൻ ഉപയോഗിച്ചത്. പിന്നെന്താ ഉപയോഗിച്ചതെന്നറിയോ? അഴിയാദത്ത് എന്നുള്ള അറബി വചനമാണ്. അഴിയാദത്ത് അറബി വാക്ക്. അഴിയാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പോയിട്ട് കാണലല്ല, പിന്നെയോ പോയിട്ട് ശുശ്രൂഷിക്കലാണ്. നമ്മൾ പാലിയേഷൻ എന്ന് പറയില്ലേ, പാലിയേഷൻ, അതാണ്. നല്ല തണുത്ത് വിറക്കുന്ന ഒരു രോഗിക്ക് ആ രോഗിയുടെ തണുപ്പ് ഇല്ലാതാക്കാൻ നമുക്ക് കഴിയില്ല. കഴിയോ? തണുത്ത് വിറക്കുന്ന ഒരു രോഗിയുടെ തണുപ്പിനെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ആ രോഗിക്ക് ഒരു പുതപ്പ് കൊടുക്കാൻ കഴിയും. അതാണ് പാലിയേഷൻ. പുതപ്പ് കൊടുക്കാൻ കഴിയും. അങ്ങനെ തണുത്ത് വിറക്കുന്ന, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ വഴിമുട്ടി നിൽക്കുന്ന, രോഗം കൊണ്ടോ മറ്റ് പ്രതിസന്ധികൾ കൊണ്ടോ ജീവിതം ഇങ്ങനെ നിശ്ചലമായ പോയല്ലോ എന്ന്
കരയുന്ന മനുഷ്യരിലേക്ക്, ഒരു പുതപ്പുമായി കടന്നു ചെല്ലുന്നവർക്ക് വിളിക്കുന്ന പേരാണ് PTH എന്ന് പറയുന്നത്. അവരതാണ് ചെയ്യുന്നത്. മദർ തെരേസയെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള വളരെ മനോഹരമായ ഒരു പുസ്തകമുണ്ട്. മദർ തെരേസയെ അറിയാലോ, അവർ ഇന്ത്യക്കാരിയല്ല, വേറൊരു രാജ്യത്ത് ജനിച്ച ആളാണ്. ഒരു ചെറിയ രാജ്യമാണ്. ആ രാജ്യം ആകെ അറിയപ്പെടുന്നത് 2 മനുഷ്യരിലൂടെയാണ്. ഒരാളൊരു നോവലിസ്റ്റാണ്, ഇസ്മയിൽ ഖാലിദ് എന്ന് പറയും. മറ്റൊരാളുണ്ടെങ്കിൽ അത് മദർ തെരേസയാ. അൽബേനിയ എന്നാണ് ആ രാജ്യത്തിൻ്റെ പേര്. പക്ഷെ ആ മദർ തെരേസ ജീവിച്ചത് കൂടുതലും ആ നാട്ടിലായിരുന്നില്ല. പിന്നെയോ കൽക്കത്തയിലെ തെരുവിലെ കുഷ്ഠരോഗികളുടെ കൂടെയായിരുന്നു. എല്ലാവരാലും അകറ്റി നിർത്തപ്പെട്ട, എല്ലാവരും ഇങ്ങനെ അറപ്പോടുകൂടി നോക്കിക്കണ്ട മനുഷ്യരെ ചെന്ന് കെട്ടിപ്പിടിച്ച സ്ത്രീയാ, മഹദിയാ. നമ്മുടെ മനസ്സിൽ എന്നും സുന്ദരിയാ അത്, അല്ലേ? ആ ചുളിഞ്ഞ ശരീരം നമ്മുടെ മനസ്സിലെന്നും സുന്ദരിയാ. ഐശ്വര്യ റായും സുസ്മിത സെന്നും ഒക്കെ 1-2 കൊല്ലമോ സുന്ദരിയായിട്ടുള്ളൂ, പിന്നെ അവരെ ആർക്കും വേണ്ട. പക്ഷെ മദർ തെരേസ മനുഷ്യരുടെ മനസ്സിൽ ജീവിക്കുന്നു. മദറിനോടൊരിക്കൽ ചോദിച്ചൊരു ചോദ്യം, എന്താണ് മദർ ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കണേ? എന്താണ് നിങ്ങൾ ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കണേ? വാട്ട് ഈസ് യുവർ മിഷൻ? അപ്പം മദർ അതിന് കൊടുത്തൊരു മറുപടി ഉണ്ട്. മദർ പറഞ്ഞത് ഇങ്ങനെയാ, മോനെ, ഞാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. കുറച്ച് മനുഷ്യന്മാരുണ്ട്, അവർ അധികകാലം ജീവിക്കൂല, എനിക്കറിയാം. അവരധിക കാലമൊന്നും ഈ ലോകത്തുണ്ടാവില്ല. മരിക്കുന്നതിന് മുമ്പ് അവരെ ഒന്ന് പുഞ്ചിരിക്കാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. പറ്റുമെങ്കിൽ മോനും അങ്ങനെ ചെയ്യൂ. അയാൾ കരഞ്ഞു. ആ ചോദ്യം ചോദിച്ച പത്രപ്രവർത്തകൻ കരഞ്ഞു. അയാൾ തന്നെ പറയാ, കാരണം അയാളുടെ ജീവിതത്തിലേക്ക് വന്ന പെൺകുട്ടിക്ക് അവളുടെ പഴയ പുഞ്ചിരി പോലും തിരിച്ചു കൊടുക്കാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. അയാൾ കാരണം അവളുടെ പുഞ്ചിരി പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അയാളുടെ ജീവിതാകം മാറിമറിഞ്ഞു എന്നാണ് മദറിൻ്റെ ഒരൊറ്റ വാക്കുകൊണ്ട്. ആ പുസ്തകത്തിന് അദ്ദേഹം കൊടുത്ത പേരെന്താണെന്നറിയോ? മദറിനെ കുറിച്ച് എഴുതിയ പുസ്തകത്തിന് കൊടുത്തൊരു പേരുണ്ട്. PTHന് ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ ആ ഓഫീസിൻ്റെ പുറത്ത് എഴുതി വെക്കാവുന്ന പേരാണത്. നിങ്ങളൊരു പാവപ്പെട്ട രോഗിയുടെ അടുത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അയാൾക്ക് കൊടുക്കാവുന്നൊരു മറുപടിയാണ് ഈ പേര്. ഇപ്പം നമ്മളിവിടെ വന്നിരിക്കല്ലേ, അല്ലേ? നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ മാറ്റി വെച്ച് നമ്മളിവിടെ വന്നിരിക്കല്ലേ. ഈ വന്നിരിക്കുന്നതിന് കൊടുക്കാവുന്ന ഒരു പേര്, അതാണ് ആ പുസ്തകത്തിൻ്റെ പേര്. എന്താ പേരെന്നറിയോ? സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. പടച്ചോന് വേണ്ടി ഭംഗിയുള്ള എന്തെങ്കിലും കുറച്ച്. പടച്ചോന് വേണ്ടി ഭംഗിയുള്ള എന്തെങ്കിലും കുറച്ച്. ഒരു ദിവസം 24 മണിക്കൂറില്ലേ? ആ 24 മണിക്കൂറിൽ നിന്ന് കുറച്ച് പടച്ചോന് വേണ്ടി ഭംഗിയുള്ള എന്തെങ്കിലും. 70, 80, 60 കൊല്ലം ജീവിച്ചൊരു മനുഷ്യൻ ആ ആയുസ്സിൽ നിന്ന് കുറച്ച് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. അതിനാണ് നമ്മൾ സക്കാത്ത് എന്ന് പറയുന്നത്. ആക്ച്വലി എല്ലാ മതങ്ങളിലും ഉണ്ട് കേട്ടോ സക്കാത്ത്, പേരുകൾ വേറെയാണെന്നുള്ളൂ. 2.5% കൊടുക്കണം എന്നാണ് പഠിച്ചോൻ പറയണത്. അപ്പം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് 2.5% നമ്മുടേതല്ല, അത് നമുക്ക് ഹറാമാണ്, ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്, പക്ഷേ എൻ്റെ സമ്പത്തിൻ്റെ 2.5% എനിക്ക് ഹറാമാണ്, നിഷിദ്ധമാണ്. ആ 2.5% ഞാൻ കൊടുത്താൽ അത് മാത്രമേ പോവുള്ളൂ. അത് കൊടുത്തിട്ടില്ലെങ്കിലോ മുഴുവനും പോയി.
നമ്മുടെ കയ്യിലൊരു കക്കരി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്യാരറ്റ് ഉണ്ടെങ്കിൽ ആ ക്യാരറ്റ് നമ്മൾ 10 കഷ്ണമാക്കിയിട്ട് മുറിക്കുക. ആ 10 കഷ്ണത്തിൽ നിന്ന് ഒരു കഷ്ണം എടുക്കുക. ആ ഒരു കഷ്ണത്തെ 4 കഷ്ണമാക്കിയിട്ട് മാറ്റുക. ആ 4 കഷ്ണത്തിൽ നിന്ന് ഒരു കഷ്ണം എത്ര ചെറുതായിരിക്കും? ഇത്രയും വലിയ ക്യാരറ്റിൽ നിന്ന് 10-1 4-1 എത്ര കുറച്ചായിരിക്കും? അതാണ് 2.5%. അത് മറ്റുള്ളവരുടേതാ. പക്ഷേ ഇത് പൈസക്ക് മാത്രമേ ഉള്ളൂ. എല്ലാവരുടെ കയ്യിലും പൈസ ഇല്ലല്ലോ. പക്ഷെ എല്ലാവർക്കും സക്കാത്തുണ്ട്. കാരണം പൈസക്ക് മാത്രമല്ല സക്കാത്തുള്ളത്. സാങ്കേതികമായി സക്കാത്ത് എന്ന് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഈ ഷെയറിംഗ് ഇല്ലേ, പങ്കുവെക്കലില്ലേ, കുറച്ച് മറ്റുള്ളവർക്ക് കൊടുക്കലില്ലേ, അത് സമ്പത്തിന് മാത്രമല്ല, എല്ലാത്തിനുമുണ്ട്. നമ്മുടെ ആരോഗ്യത്തിനുണ്ട്, നമ്മുടെ സമയത്തിനുണ്ട്, നമ്മുടെ എനർജിക്കുണ്ട്, നമ്മുടെ യൗവനത്തിനുണ്ട്.